മജ്ജുമ നികായ 94 ഗോഡമുഖ സൂത്ത്. ഗോഡമുഖ എന്ന ബ്രാഹ്മണനും ആയുഷ്മാൻ ഉദയനനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ സൂത്രത്തിൻ്റെ അടിസ്ഥാനം. ബ്രാഹ്മണൻ പറയുന്നു, ധർമ്മിഷ്ഠമായിട്ടുള്ള സന്യാസ ജീവിതം ഇല്ല എന്ന് പറയുന്നു. അതായത് സന്യാസ ജീവിതം ഒരിക്കലും ധർമ്മത്തിന് അനുസരിച്ചിട്ടുള്ളതല്ല എന്നാണ് ഗോഡമുഖ ബ്രാഹ്മണൻ്റെ വാദം. ഇന്നും പല ആധുനിക ചിന്തകന്മാരും ഈ അഭിപ്രായക്കാരാണ്. സന്യാസ ജീവിതം എന്ന് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥിതിക്ക് അനുകൂലമല്ല എന്നുള്ള നിലപാട് പലരും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ തെറ്റായ തൊഴിലിൽ അല്ലെങ്കിൽ ആജീവികയിൽ ഏർപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും ഈ സൂത്രം ഉപകാരപ്പെടുന്നതാണ്. ഏത് രീതിയിൽ ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു വ്യക്തി നിർവ്വാണം നേടാം, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഈ സൂത്രത്തിൽ വളരെ വ്യക്തമാണ്. നമ്മൾക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ആയുഷ്മാൻ ഉദയനൻ വാരണാസിയിൽ വിഹരിക്കുകയായിരുന്നു. ഖേമിയ എന്ന വ്യക്തിയുടെ മാവിൻ തോപ്പിലായിരുന്നു വിഹരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഗോഡമുഖ എന്ന ബ്രാഹ്മണൻ വാരണാസിയിൽ എന്തോ ആവശ്യത്തിന് വന്നിരുന്നു. ആ ബ്രാഹ്മണൻ നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഖേമിയുടെ മാവിൻ തോട്ടത്തിലേക്ക് പോയി. ആ സമയത്ത് ആയുഷ്മാൻ ഉദയനൻ തുറന്ന സ്ഥലത്ത് ചംക്രമണം ചെയ്യുകയായിരുന്നു. അതായത് നടന്നുകൊണ്ട് ധ്യാനിക്കുകയായിരുന്നു. ആ സമയത്ത് ആയുഷ്മാൻ ഉദയനൻ, ഗോഡമുഖ ബ്രാഹ്മണൻ ആയുഷ്മാൻ ഉദയനനെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് കുശല പ്രശ്നങ്ങൾ ചെയ്തു. ആയുഷ്മാൻ ഉദയനോടൊപ്പം നടക്കുന്ന സമയത്ത് ഗോഡമുഖ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു, അംബോ സമണ നത്തി ധമ്മികോ പരിഭജു. ശ്രമണ, ധർമ്മിഷ്ഠമായിട്ടുള്ള സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല. അതായത് സന്യാസ ജീവിതം ഒരിക്കലും ധർമ്മത്തിന് അധിഷ്ഠിതമല്ല. ഞാൻ ഇങ്ങനെയാണ് കരുതുന്നത്. എന്നിരുന്നു കഴിഞ്ഞാലും താങ്കളെപ്പോലെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ശരിയായിട്ടുള്ള ധർമ്മത്തെയും ഞാൻ കണ്ടിട്ടില്ല. ഗോഡമുഖ ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ഉദയനൻ നടക്കുന്നത് നിർത്തിയതിന് ശേഷം സ്വന്തം ഭവനത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അവിടെ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരുന്നു. ഗോഡമുഖ ബ്രാഹ്മണനും നടത്തം നിർത്തിയതിന് ശേഷം ഭവനത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ഒരു വശത്ത് നിന്നു. അപ്പോൾ ആയുഷ്മാൻ ഉദയനൻ ഗോഡമുഖ എന്ന ബ്രാഹ്മണനോട് ഇങ്ങനെ പറഞ്ഞു, ബ്രാഹ്മണ, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ട്. താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇരിക്കാവുന്നതാണ്. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ താങ്കൾ ഇരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇരിക്കാതെ ഞാൻ ഇരിക്കുന്നത്? അതിനുശേഷം ആ ബ്രാഹ്മണൻ താഴ്ന്ന ഒരു ഇരിപ്പിടം എടുത്ത് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ബ്രാഹ്മണൻ ആയുഷ്മാൻ ഉദയനോട് ഇങ്ങനെ പറഞ്ഞു, അംബോ സമണ നത്തി ധമ്മികോ പരിഭജു. ശ്രമണ, ധർമ്മിഷ്ഠമായിട്ടുള്ള സന്യാസ ജീവിതം എന്നത് ഒരിക്കലും ഇല്ല. ഇതാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നു കഴിഞ്ഞാലും താങ്കളെപ്പോലെ ആരാധ്യനായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധർമ്മത്തെയും ഞാൻ കണ്ടിട്ടില്ല. ആയുഷ്മാൻ ഉദയനൻ പറഞ്ഞു, ബ്രാഹ്മണ, നമുക്കിതിനെപ്പറ്റി തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. എന്നാൽ ശരിയായിട്ടുള്ള കാര്യത്തെ താങ്കൾ ശരി എന്ന് പറയണം. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ താങ്കൾ ഉപേക്ഷിച്ചു എന്ന് പറയണം. അതുകൂടാതെ താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി തീർച്ചയായിട്ടും എന്നോട് ചോദിക്കണം. ഇത് എന്തുകൊണ്ടാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് താങ്കൾ എന്നോട് ചോദിക്കണം. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. താങ്കൾ പറഞ്ഞ പ്രകാരം തന്നെ ഞാൻ ചെയ്യാം. ആയുഷ്മാൻ ഉദയനൻ ഇങ്ങനെ പറഞ്ഞു, ബ്രാഹ്മണ, ഈ ലോകത്തിൽ 4 തരത്തിലുള്ള വ്യക്തികളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയാണ് ആ 4 തരത്തിലുള്ള വ്യക്തികൾ? ബ്രാഹ്മണ, ഒരു തരത്തിലുള്ള വ്യക്തികൾ സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്നു, തന്നെ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസങ്ങളിൽ ഏർപ്പെടുന്നു. മറ്റൊരു വ്യക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ അവർ മുഴുകുന്നു. മറ്റൊരു വ്യക്തി തന്നെയും അതേപോലെ തന്നെ മറ്റുള്ളവരെയും ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു, തന്നെയും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ അവർ മുഴുകുന്നു. മറ്റൊരു വ്യക്തി തന്നെയോ മറ്റുള്ളവരെയോ കഷ്ടപ്പെടുത്തുന്നില്ല,
അതുപോലെ തന്നെ തന്നെയോ മറ്റുള്ളവരെയോ കഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നും ഇല്ല. അവർ ഈ വർത്തമാന കാലത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നു. അവർ നിർവ്വാണം നേടിയവരാണ്, മുക്തി നേടിയവരാണ്. അവരുടെ മനസ്സ് ശീതളമാണ്. അവർ അവരുടെ ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നു. അവർ ബ്രഹ്മാവിനെ പോലെ ഈ ലോകത്തിൽ വിഹരിക്കുന്നു. ബ്രാഹ്മണ, ഇവിടെ പറഞ്ഞ ഈ 4 പേരിൽ ആരെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ആയുഷ്മാൻ ഉദയനജി, ഞാൻ ആദ്യത്തെ 3 പേരെ ഇഷ്ടപ്പെടുന്നില്ല. സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തി, സ്വയം കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി. അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ ആ വ്യക്തി ഏർപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി സ്വയവും കഷ്ടപ്പെടുത്തുന്നു, അതേപോലെ തന്നെ മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നു. സ്വയവും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ ഇവരെ ഒന്നും തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ 4ാമത്തെ വ്യക്തി, ആ വ്യക്തി സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല, തന്നെയോ മറ്റുള്ളവരെയോ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ ഏർപ്പെടുന്നില്ല. ആ വ്യക്തി മുക്തി, മോക്ഷം നേടിയ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സ് ശീതളമാണ്. ആ വ്യക്തി സ്വയം സുഖത്തെ അനുഭവിക്കുന്നു. ഒരു ബ്രഹ്മാവിനെ പോലെ ആ വ്യക്തി ഈ ലോകത്തിൽ വിഹരിക്കുന്നു. അതിനാൽ 4ാമത്തെ വ്യക്തി, ആ വ്യക്തി സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല. സ്വയം മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താത്ത അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ബ്രാഹ്മണ, എന്തുകൊണ്ടാണ് ആദ്യത്തെ 3 പേരെ താങ്കൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ആയുഷ്മാൻ ഉദയനജി, ആദ്യത്തെ വ്യക്തി, ആ വ്യക്തി സ്വയം തന്നെ കഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ആ വ്യക്തിയും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദുഃഖത്തിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും ആ വ്യക്തി തന്നെ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ഇനി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തി, ആ വ്യക്തിയും സ്വയം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നു കഴിഞ്ഞാലും ആ വ്യക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയെയും എനിക്കിഷ്ടമല്ലാത്തത്. 3ാമത്തെ വ്യക്തി, ആ വ്യക്തി തന്നെ കഷ്ടപ്പെടുത്തുന്നു, മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നു. എന്നാൽ താനും സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദുഃഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരും അതേപോലെ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നു, ദുഃഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നു കഴിഞ്ഞാലും ആ വ്യക്തി തന്നെയും മറ്റുള്ളവരെയും ഒരുപോലെ കഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ വ്യക്തിയെയും എനിക്കിഷ്ടമല്ലാതിരിക്കുന്നത്. എന്നാൽ 4ാമത്തെ വ്യക്തി, ആ വ്യക്തി സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നില്ല. ആഗ്രഹങ്ങൾ ഇല്ലാതെയാണ് ജീവിക്കുന്നത്. മുക്തി, നിർവ്വാണം നേടിയിട്ടുണ്ട്. മനസ്സ് ശീതളമാണ്. ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നുണ്ട്. അവർ ബ്രഹ്മാവിനെ പോലെയാണ് വിഹരിക്കുന്നത്. അവർ തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെയും കഷ്ടപ്പെടുന്നില്ല. എന്തെന്നാൽ അവർ സ്വയവും അതേപോലെ തന്നെ മറ്റുള്ളവരും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദുഃഖത്തിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 4ാമത്തെ വ്യക്തിയെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ആയുഷ്മാൻ ഉദയൻ പറഞ്ഞു, ബ്രാഹ്മണ, ഈ ലോകത്ത് 2 തരത്തിലുള്ള സമൂഹങ്ങളുണ്ട്. 2 തരത്തിലുള്ള ആൾക്കാരുടെ സമൂഹങ്ങളുണ്ട്. ആ 2 സമൂഹങ്ങൾ ഏതാണ്? ഒരു സമൂഹത്തിലുള്ള വ്യക്തികൾ, അവർ രത്നങ്ങൾ ചേർത്ത കാതിലെ ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഭാര്യയെയും കുട്ടികളെയും ആഗ്രഹിക്കുന്നു, ദാസന്മാരെയും ദാസിമാരെയും ആഗ്രഹിക്കുന്നു, കൃഷിസ്ഥലവും നിലവും ആഗ്രഹിക്കുന്നു, സ്വർണവും ധനവും ആഗ്രഹിക്കുന്നു. എന്നാൽ 2ാമത്തെ സമൂഹം, അതിലുള്ള വ്യക്തികൾ ഒരിക്കലും രത്നം പതിച്ച കാതിലെ ആഭരണങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്, ദാസന്മാരെയും ദാസിമാരെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്, കൃഷിസ്ഥലവും സാധാരണ സ്ഥലവും ഉപേക്ഷിച്ചിരിക്കുകയാണ്, സ്വർണവും ധനവും അവർ സ്വീകരിക്കുന്നില്ല. അതുകൂടാതെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് അവർ സന്യാസി ആയിരിക്കുകയാണ്. ബ്രാഹ്മണ, ഇത്തരത്തിലുള്ള വ്യക്തികൾ സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല. സ്വയവും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താതെ അവർ ധർമ്മത്തെ അറിഞ്ഞ് നിർവ്വാണം അല്ലെങ്കിൽ
മുക്തി നേടിയിട്ടുള്ളവരാണ്, മനസ്സിനെ ശീതളമാക്കിയിട്ടുള്ളവരാണ്, ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നവരാണ്, ബ്രഹ്മത്തെപ്പോലെ വിഹരിക്കുന്നവരാണ്. ബ്രാഹ്മണ, ഞാൻ പറഞ്ഞിട്ടുള്ള ആ 2 സമൂഹത്തിൽ ഇത്തരം ആൾക്കാരെ ഏത് സമൂഹത്തിലാണ് താങ്കൾക്ക് കാണാൻ സാധിക്കുക? വജ്രക്കല്ലുകളുള്ള ആഭരണങ്ങൾ കാതിലണിയുന്ന വ്യക്തികൾ അവർ ഭാര്യമാരെയും കുട്ടികളെയും അന്വേഷിക്കുന്നു, സ്വർണത്തെയും ധനത്തെയും ആഗ്രഹിക്കുന്നു, കൃഷിയും നിലവും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരുടെ സമൂഹത്തിലാണോ? അതോ രത്നക്കല്ലുകൾ പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഭാര്യയും കുട്ടികളെയും ആഗ്രഹിക്കുന്നില്ല, കൃഷിയും സ്ഥലവും ആഗ്രഹിക്കുന്നില്ല, സ്വർണവും ധനവും ആഗ്രഹിക്കുന്നില്ല, ഇത്തരം വ്യക്തികളുടെ സമൂഹത്തിലാണോ ഇത്തരം വ്യക്തികളെ കാണാൻ സാധിക്കുക? ആയുഷ്മാൻ ഉദയനിജി, സ്വയം കഷ്ടപ്പെടുത്താതെ അതേപോലെ തന്നെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെ ജീവിക്കുന്ന ആ വ്യക്തികൾ, അവർ ധർമ്മത്തെ അറിഞ്ഞ് മുക്തി നേടിയവരാണ്, മനസ്സിനെ ശീതളമാക്കിയവരാണ്, ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നവരാണ്, ബ്രഹ്മാവിനെ പോലെ വിഹരിക്കുന്നവരാണ്. അവരെ കാണുന്നത് രത്നം പതിച്ച കാതിലെ ആഭരണങ്ങൾ ധരിക്കാത്തവർ, അതേപോലെ തന്നെ ഭാര്യയും പുത്രന്മാരെയും ആഗ്രഹിക്കാത്തവർ, കൃഷിസ്ഥലവും നിലവും ആഗ്രഹിക്കാത്തവർ, സ്വർണവും ധനവും ആഗ്രഹിക്കാത്തവർ, അതേപോലെ തന്നെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ടുള്ളവരിലാണ് ഇത്തരം ആൾക്കാരെ കാണാൻ സാധിക്കുക. ബ്രാഹ്മണ, താങ്കൾ ഇങ്ങനെയാണ് നേരത്തെ എന്നോട് പറഞ്ഞത്. അംബോ സമണ നത്യധമ്മികോ പരിഭജോ. ശ്രമണ, ധർമ്മിഷ്ഠരായിട്ടുള്ള പരിവ്രാജകന്മാരെ ഒരിക്കലും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും താങ്കളെപ്പോലെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല, ശരിയായിട്ടുള്ള ധർമ്മത്തെയും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ആയുഷ്മാൻ ഉദയനജി, ഞാൻ അത് പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത്തിധമ്മികോ പരിഭജു, പരിവ്രാജക ജീവൻ അല്ലെങ്കിൽ സന്യാസ ജീവൻ ധർമ്മമയമാണ്. ഇതാണ് ഞാനിപ്പോൾ കരുതുന്നത്. ആയുഷ്മാൻ ഉദയനജി, ഇങ്ങനെ തന്നെയാണ് താങ്കൾ അതിനെ ധരിക്കേണ്ടത്. ആയുഷ്മാൻ ഉദയനജി, താങ്കൾ 4 തരത്തിലുള്ള വ്യക്തികളെപ്പറ്റി ചുരുക്കമായിട്ട് പറഞ്ഞു. ദയവ് ചെയ്ത് എന്നോടുള്ള അനുകമ്പയാൽ അവരെപ്പറ്റി വളരെ വിസ്താരമായിട്ട് പറഞ്ഞു തന്നാലും. അങ്ങനെയാണെങ്കിൽ ശരി ബ്രാഹ്മണ, ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറയാൻ പോകുന്നു. ശരി ആയുഷ്മാൻ എന്ന് പറഞ്ഞ് ആ ഗോഡമുഖ ബ്രാഹ്മണൻ ഉത്തരം കൊടുത്തു. ആയുഷ്മാൻ ഉദയനൻ ഇപ്രകാരം പറഞ്ഞു: ബ്രാഹ്മണ, ഏതൊരു വ്യക്തിയാണ് തന്നെ കഷ്ടപ്പെടുത്തുന്നത്, തന്നെ കഷ്ടപ്പെടുത്തുന്ന കഠിന തപശ്ചര്യയിൽ ഏർപ്പെടുന്നത്? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പണ്ട് ആൾക്കാർ ഈ തരത്തിലുള്ള തപസ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവർ ഏതെങ്കിലും ദൃഢനിശ്ചയമെടുക്കും, എന്നിട്ട് ആ ദൃഢനിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇത്തരം ദൃഢനിശ്ചയമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ സാധന ചെയ്യുന്നത്. അത്തരം കഠിന തപശ്ചര്യകൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ചിലർ സമൂഹത്തിലെ ആചാര്യമര്യാദകളെ ലംഘിച്ചുകൊണ്ട് നഗ്നരായിട്ട് നടക്കുന്നു. അവർ അവരുടെ കൈകളെ നക്കിത്തുടിക്കുന്നു. നമ്മൾ പറഞ്ഞാൽ വരികയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യില്ല. അവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണം അവർ നിരസിക്കുന്നു. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം അവർ നിരസിക്കുന്നു. ഭക്ഷണത്തിന് ആരെങ്കിലും അവരെ ക്ഷണിച്ചാൽ അതും അവർ നിരസിക്കുന്നു. അവർ കുടത്തിൽ നിന്നോ പാത്രത്തിൽ നിന്നോ ഉള്ള ഭക്ഷണം ഒരിക്കലും സ്വീകരിക്കാറില്ല. ആടിനെ ആരെങ്കിലും വളർത്തുകയാണെങ്കിൽ അവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാറില്ല. ആയുധമോ കൈക്കോട്ടോ ആരുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കാറില്ല. ദമ്പതികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും സ്വീകരിക്കില്ല. ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല. കുട്ടികളെ മുലയൂട്ടുന്ന സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല. ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല. അല്ലെങ്കിൽ പട്ടികൾ ഉള്ള വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈച്ചകൾ പറക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്നും സ്വീകരിക്കില്ല. അവർ മത്സ്യമോ മാംസമോ മദ്യമോ വൈനോ ഒരിക്കലും സ്വീകരിക്കില്ല. അവർ ബിയറും കുടിക്കില്ല. അവർ ദിവസത്തിൽ ഒരു ഭവനത്തിൽ മാത്രം ഭിക്ഷാടനത്തിന് പോകുന്നു. ഒരു കവിൾ മാത്രം ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ 2 വീടുകളിൽ ഭിക്ഷാടനത്തിന് പോകുന്നു. 2 കവിൾ ഭക്ഷണം മാത്രം കഴിക്കുന്നു. അല്ലെങ്കിൽ 7 വീടുകളിൽ ഭിക്ഷാടനത്തിന് പോകുന്നു.
7 കവിളികൾ മാത്രം ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോഴും ചില ഭിക്ഷുക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ചില ഭിക്ഷുക്കൾ ഭിക്ഷാടനത്തിന് പോകുന്ന മുൻപ് മനസ്സിൽ നിശ്ചയിക്കും, ഞാൻ 7 വീടുകളിൽ ഭിക്ഷാടനം ചെയ്യും, അവിടെ നിന്ന് വല്ലതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ വിശപ്പോടുകൂടി തന്നെ ഇരിക്കും എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഭിക്ഷാടനത്തിന് പോകുന്ന ഭിക്ഷുക്കൾ ഇന്നും ഉണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവർ ദിനത്തിൽ 1 കപ്പ് ഭക്ഷണം മാത്രം കഴിക്കും, അല്ലെങ്കിൽ ദിനത്തിൽ 2 കപ്പ് ഭക്ഷണം മാത്രം കഴിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 7 കപ്പ് ഭക്ഷണങ്ങൾ മാത്രം കഴിക്കും. 1 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന കപ്പല്ല. നമ്മൾ സാധാരണ സോസർ എന്ന് പറയുന്ന ആ ഒരു കപ്പ് വളരെ ചെറിയൊരു കപ്പായിരിക്കും. അവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ 7 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്നവരാണ്. അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ഭക്ഷണം കഴിക്കുക. അങ്ങനെ നിശ്ചിത ഇടവേളകൾക്ക് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് അവർ പാലിക്കുക. ഞാനും ഇത്തരം ഒരു സാധകനെ കണ്ടിട്ടുണ്ട്. ഈ സാധകൻ 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുക. അവർ ഔഷധ സസ്യങ്ങൾ ഭക്ഷിക്കുന്നു, ചെറുധാന്യങ്ങൾ ഭക്ഷിക്കുന്നു, കാട്ടിലെ അരി ഭക്ഷിക്കുന്നു, നല്ലതല്ലാത്ത അരി ഭക്ഷിക്കുന്നു, കുളത്തിൽ വളരുന്ന താമരയെല്ലികൾ ഭക്ഷിക്കുന്നു, അരിയുടെ തവിട് ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം മാത്രം കുടിക്കുന്നു, എള്ളിൻ്റെ പൊടി കഴിക്കുന്നു, അല്ലെങ്കിൽ പുല്ലുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ചാണകം കഴിക്കുന്നു. അവർ കാട്ടിൽ വളരുന്ന വൃക്ഷങ്ങളുടെ വേരും അതേപോലെ തന്നെ പഴവും കാട്ടിൽ മരങ്ങളിൽ നിന്ന് വീഴുന്ന പഴങ്ങൾ മാത്രം കഴിച്ച് അവർ ജീവിക്കുന്നു. അതായത് ഇത്തരം കഠിന തപശ്ചര്യയിലൂടെ അവർക്ക് മുക്തി ലഭിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്നും ഇത്തരം കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിച്ച് മുക്തി ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരിക്കലും മുക്തി ലഭിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അവർ ചണച്ചാക്ക് കൊണ്ടുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ചെടികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക, മൃതശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രമായിരിക്കും ധരിക്കുക, ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രമായിരിക്കും അവർ ധരിക്കുക, മരത്തിൻ്റെ തോലിൻ്റെ വസ്ത്രമായിരിക്കും ധരിക്കുക, മാനിൻ്റെ തോല് കൊണ്ടുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക, കുശഗ്രാസ് കൊണ്ടുള്ള അതേപോലെ തന്നെ മറ്റുള്ള ചെടികളുടെ തൊലി കൊണ്ടുള്ള, മരക്കഷ്ണങ്ങൾ കൊണ്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യരുടെ തലയിലെ രോമങ്ങൾ കൊണ്ടുള്ള, കുതിരയുടെ വാലിലെ രോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രമായിരിക്കും അവർ ധരിക്കുക, അല്ലെങ്കിൽ മൂങ്ങയുടെ ചിറകുകൾ കൊണ്ടുള്ള വസ്ത്രമായിരിക്കും അവർ ധരിക്കുക. അവർ അവരുടെ തലയിലെ രോമങ്ങളെയും താടിരോമങ്ങളെയും കൈകൊണ്ടാണ് പറിച്ചു കളയുക. ഈ അഭ്യാസമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ജൈനന്മാരെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും ജൈന സന്യാസിമാർ അവരുടെ താടി, മുടി എന്നിവ ഷേവ് ചെയ്യാതെ കൈകൊണ്ട് പറിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. അവർ തുടർച്ചയായിട്ട് നിൽക്കുന്നു, ഇരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ കുന്തിച്ചിരിക്കുന്ന അഭ്യാസം മാത്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മുള്ളുകളുള്ള ഒരു കിടക്കയിൽ അവർ കിടക്കുന്നു. അവരുടെ കിടക്കയിൽ നിറയെ മുള്ളുകളായിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ ദിവസം 3 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്ന ശീലം അവർക്ക് ഉണ്ടാകാം. ആ കാര്യം അവർ വൈകുന്നേരവും ചെയ്യുന്നതായിരിക്കും. ഇപ്രകാരം പല തരത്തിലും അവർ അവരുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തുന്നു, കഠിനമായിട്ടുള്ള തപശ്ചര്യകളിൽ ഏർപ്പെടുന്നു. അതുമൂലം അവർ അവരുടെ ശരീരത്തെ ഒരുപാട് ദ്രോഹിക്കുന്നു. ഇത്തരം വ്യക്തികളെയാണ് സ്വയം കഠിനമായിട്ടുള്ള തപശ്ചര്യയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്ന് പറയുന്നത്. അവർ അവരെ തന്നെ ദ്രോഹിക്കുന്ന കഠിനമായിട്ടുള്ള തപശ്ചര്യയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. ഇത്തരം കഠിനമായിട്ടുള്ള തപശ്ചര്യയിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് പല സന്യാസി സമൂഹങ്ങളിലും ഒരു കൈ മാത്രം ഉയർത്തി ജീവിക്കുന്ന ആൾക്കാരെ കാണാം, അല്ലെങ്കിൽ നിൽക്കുന്നവരെ കാണാം, അല്ലെങ്കിൽ തലമുടി മാത്രം നീട്ടി വളർത്തുന്നവരെ കാണാം, അല്ലെങ്കിൽ മഞ്ഞിൽ ഇരിക്കുന്നവരെ കാണാം, അല്ലെങ്കിൽ പൈസ തൊടാത്തവരെ കാണാം. അങ്ങനെ പലതരത്തിൽ ഏതെങ്കിലും ഒരു വ്രതം മാത്രം എടുത്ത് അതിലൂടെ എനിക്ക് മുക്തി കിട്ടും എന്ന് വിചാരിക്കുന്നവരെ നമ്മൾക്ക് കാണാവുന്നതാണ്. എന്നാൽ അതുകൊണ്ടൊന്നും മുക്തി ലഭിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത്തരം ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബ്രാഹ്മണ, ഏതൊരു വ്യക്തിയാണ്
മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അത്തരം അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ചില വ്യക്തികൾ ആടുകളെ കൊല്ലാറുണ്ട്, പന്നികളെ കൊല്ലാറുണ്ട്, കോഴികളെ കൊല്ലാറുണ്ട്, മാനുകളെ കൊല്ലാറുണ്ട്. അവൻ വേട്ടക്കാരനായിരിക്കാം, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരനായിരിക്കാം, കൊള്ളക്കാരനായിരിക്കാം, ധനത്തിനു വേണ്ടി ആൾക്കാരെ കൊല്ലുന്നവനായിരിക്കാം, അല്ലെങ്കിൽ പശുക്കളെ കൊല്ലുന്നവനായിരിക്കാം, മറ്റുള്ളവരെ തട്ടിക്കൊണ്ടു പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് അനേകം ക്രൂരമായിട്ടുള്ള ജീവിത ഉപാധി സ്വീകരിക്കുന്നവരായിരിക്കാം. അതായത് നമ്മൾക്ക് ജീവിക്കാനായിട്ട് ധനം ആവശ്യമുണ്ട്. പക്ഷേ ധനസമ്പാദനത്തിനായിട്ട് പലരും കോഴിയെ വെട്ടുന്ന ജോലി ചെയ്യും, ആട്ടിനെ വെട്ടുന്ന ജോലി ചെയ്യും, അതിൻ്റെ മാംസം വിൽക്കും, അല്ലെങ്കിൽ പശുവിനെ, പോത്തിനെ എല്ലാം വെട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കിട്ടുന്ന ധനം ഒരിക്കലും നല്ലതല്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇതിനെ മിഥ്യ ആജീവിക എന്നാണ് പറയുന്നത്. സമ്മ ആജീവിക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ജീവിക്കും ദ്രോഹമില്ലാതെ ജീവിക്കുന്നതിനെയാണ് സമ്മ ആജീവ എന്ന് പറയുന്നത്. എന്നാൽ ധർമ്മമേത് അധർമ്മമേത് എന്ന് അറിയാത്ത ആൾക്കാർ, പാപമേത് പുണ്യമേത് എന്ന് അറിയാത്ത ആൾക്കാർ, അവർ ധർമ്മിഷ്ഠരാണ് എന്ന് നടിക്കുന്നു, എന്നാൽ ധർമ്മം എന്ത് എന്ന് അവർക്ക് അറിയുന്നില്ല. അതിനാൽ ഏറ്റവും അധർമ്മമായിട്ടുള്ള പ്രവൃത്തിയെ കൂടി ധർമ്മമായിട്ടാണ് അവർ കരുതുന്നത്. അത്തരം ആൾക്കാർ പശുക്കളെ വധിക്കുന്നു, പന്നികളെ കൊല്ലുന്നു, ആടുകളെ കൊല്ലുന്നു, കോഴികളെ കൊല്ലുന്നു. അതൊന്നും അധർമ്മമായിട്ട് അല്ലെങ്കിൽ പാപമായിട്ട് അവർ കണക്കാക്കുന്നില്ല. ധർമ്മം, പാപം എന്നിവയുടെ വ്യാഖ്യാനം പോലും ആ പാപങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ഇത്തരം ക്രൂരമായിട്ടുള്ള ധനസമ്പാദന മാർഗങ്ങൾ അല്ലെങ്കിൽ തൊഴിലുകൾ അവർ ചെയ്യുന്നു, എന്നിട്ടും തന്നെ വലിയ ധർമ്മിഷ്ഠരാണ് എന്ന് അവർ കരുതുന്നു. ഇതിലും വലിയ അജ്ഞാനം അല്ലെങ്കിൽ അന്ധവിശ്വാസം നമ്മൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അത്തരം ആൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇത്തരം വ്യക്തികളെയാണ് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ബ്രാഹ്മണ, ഏതൊരു വ്യക്തിയാണ് സ്വയം തന്നെ കഷ്ടപ്പെടുത്തുന്നത്, അതുമൂലം മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നത്, തന്നെ കഷ്ടപ്പെടുത്തുന്നത്, അതേപോലെ തന്നെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസങ്ങൾ ചെയ്യുന്നവർ ആരാണ്? ബ്രാഹ്മണ, ഒരു വ്യക്തി ഒരു ക്ഷത്രിയ രാജാവായിരിക്കാം, അല്ലെങ്കിൽ വളരെ ധനവാനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരിക്കാം. പണ്ട് പലതരം യജ്ഞങ്ങൾ നടത്തിയിരുന്നു. അതായത് മൃഗങ്ങളെ ബലി കൊടുക്കുന്ന യജ്ഞങ്ങൾ നടത്തിയിരുന്നു. അതുമൂലം ദേവപ്രീതി കിട്ടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്നും ഇത്തരം വിശ്വാസമുള്ള ഒരുപാട് ജനവിഭാഗങ്ങൾ ഇന്നുണ്ട്. മൃഗങ്ങളെ ബലി കൊടുത്തു കഴിഞ്ഞാൽ ദേവപ്രീതി ഉണ്ടാകും, ആ ബലി കൊടുത്ത മൃഗങ്ങൾ തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. അവർ ഒരു കാര്യം ആലോചിക്കണം. ഇത്തരം ആൾക്കാരെ ഏതെങ്കിലും വനവിഭാഗത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ ഗോത്രവിഭാഗക്കാർ ഇവരെ പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം തങ്ങളുടെ ദേവപ്രീതിക്കായിട്ട് ഇത്തരം ആൾക്കാരെ ബലി കൊടുക്കുകയാണ് എന്ന് കരുതുക. ഇത്തരം ആൾക്കാർ ആ ബലി കൊടുക്കുന്ന സമയത്ത് അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമോ? അഥവാ ബലി കൊടുത്തതിന് ശേഷം ഇവർ സ്വർഗത്തിൽ പോയിട്ട് ജനിക്കാൻ സാധ്യതയുണ്ടോ? അഥവാ സ്വർഗത്തിൽ പോയിട്ട് ഇവർ ജനിച്ചാൽ തന്നെ ഇവരെ ബലി കൊടുക്കുന്നവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുമോ? ഇത്തരം കാര്യങ്ങളെല്ലാം യുക്തിബോധമുള്ള ഒരു വ്യക്തികൾ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മതഭ്രാന്തി പിടിച്ച യുക്തിബോധം നഷ്ടപ്പെട്ടുള്ള വ്യക്തികളാണ് ഇത്തരത്തിൽ ചിന്തിക്കുക. പണ്ടും ഇതുതന്നെയാണ് അവസ്ഥ. ഈ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ആ ക്ഷത്രിയ രാജാവ് അല്ലെങ്കിൽ ധനവാനായിട്ടുള്ള ബ്രാഹ്മണൻ തൻ്റെ ഭവനത്തിൻ്റെ കിഴക്ക് വശത്ത് ഒരു യജ്ഞശാല പണിയുന്നു. അവൻ താടിയും മുടിയും വടിക്കുന്നു, എന്നിട്ട് മാനിൻ്റെ തോൽ വസ്ത്രമായിട്ട് ധരിക്കുന്നു, ശരീരത്തിൽ എണ്ണയും നെയ്യും കലർത്തി പൂശുന്നു, പശുക്കളുടെ കൊമ്പ് കൊണ്ട് തൻ്റെ പുറം ചൊറിയുന്നു, എന്നിട്ട് സ്വന്തം ഭാര്യയും അതേപോലെ തന്നെ പുരോഹിതനുമായിട്ട് ആ യജ്ഞശാലയിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് പുല്ലുകൾ വിതറിയ ആ തറയിൽ അവർ കിടക്കുന്നു. അവിടെ ഒരു പശു ഉണ്ടായിരിക്കും. ആ പശുവിൻ്റെ കുട്ടി ആ പശുവിൻ്റെ തന്നെ നിറമുള്ളതായിരിക്കും. ആ പശുവിൻ്റെ ഒരു മുലക്കണ്ണിൽ നിന്നുള്ള പാൽ ആ ക്ഷത്രിയ രാജാവ് കുടിക്കുന്നു. രണ്ടാമത്തെ മുലക്കണ്ണിൽ നിന്നുള്ള പാൽ
ആ ക്ഷത്രിയ രാജാവിൻ്റെ ഭാര്യ കുടിക്കുന്നു. പുരോഹിതൻ മൂന്നാമത്തെ മുലക്കണ്ണിൽ നിന്നുള്ള പാൽ കുടിക്കുന്നു. നാലാമത്തെ മുലക്കണ്ണിൽ നിന്നുള്ള പാൽ യജ്ഞാഗ്നിക്ക് സമർപ്പിക്കുന്നു. ബാക്കി വരുന്ന പാൽ ആ പശുവിൻ്റെ കിടാവ് കുടിക്കുന്നു. എന്നിട്ട് ആ ക്ഷത്രിയ രാജാവ് ഇങ്ങനെ പറയുന്നു: ഇത്ര കാളകളെ, ഇത്ര മൂരികളെ, ഇത്ര പശുക്കളെ, ഇത്ര ആടുകളെ, ഇത്ര മുട്ടനാടുകളെ, ഇത്ര കുതിരകളെ യജ്ഞത്തിനായിട്ട് ബലി കഴിക്കുക. അതായത് ഈ യജ്ഞത്തിനായിട്ട് ഇത്രയും ജീവികളെ നിങ്ങൾ കൊല്ലുക. ഈ യജ്ഞത്തിനായിട്ട് നിങ്ങൾ ഇത്രയധികം മരങ്ങൾ മുറിക്കുക, ഇത്രയധികം പുല്ലുകൾ അരിഞ്ഞു കൊണ്ടുവരിക. ആ രാജാവിൻ്റെ ദാസന്മാർ, ദാസിമാർ, അതേപോലെ തന്നെ വേലക്കാർ, അതേപോലെ തന്നെയുള്ള മറ്റു ജോലികൾ ആ രാജാവിൻ്റെ ശിക്ഷയെ ഭയന്ന്, അപകടം ഭയന്ന് കരഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു. അതായത് അവരുടെ വേലക്കാർക്കും ദാസിമാർക്കും ദാസന്മാർക്കും ഇതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷേ ആ രാജാവിൻ്റെ ദേഷ്യത്തെ ഭയന്ന് അവർ ഇതെല്ലാം കരഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഇത് പാപകരമായിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും ചെയ്യരുത് എന്ന് അവർക്കറിയാം. എന്നാലും അവർ കരഞ്ഞുകൊണ്ട് ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ഇത്തരം വ്യക്തികളെയാണ് സ്വയം കഷ്ടപ്പെടുത്തുന്നതും അതേപോലെ തന്നെ മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അവർ സ്വയം കഷ്ടപ്പെടുത്തുകയും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ബ്രാഹ്മണ, ഏത് വ്യക്തികളാണ് സ്വയം കഷ്ടപ്പെടുത്താത്തത്, അതേപോലെ തന്നെ മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താത്ത അഭ്യാസങ്ങളിൽ ഏർപ്പെടുന്നത്? ഇത്തരം ആൾക്കാർ വർത്തമാനകാലത്തിൽ യാതൊരു ആഗ്രഹങ്ങളും വച്ചു പുലർത്തുന്നില്ല. അവർ മുക്തി, മോക്ഷം നേടിയവരാണ്. ശീതളമായിട്ടുള്ള മനസ്സോടുകൂടി ഉള്ളവരാണ്. അവരുടെ ശരീരത്തിൽ അവർ സുഖം അനുഭവിക്കുന്നു. അവർ ബ്രഹ്മബോധരായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മത്തെ പോലെ നടക്കുന്നവർ. അവർ ആരാണ്? ബ്രാഹ്മണ, അത് സംഭവിക്കുന്നത് ആ സമയത്താണ്. ഈ ലോകത്ത് ഏതെങ്കിലും തഥാഗതൻ, അർഹന്തൻ, സമ്മാ സംബുദ്ധൻ ഉണ്ടാകുന്നു. ആ സമ്മാ സംബുദ്ധൻ വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്. ശരിയായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ ലോകത്തെയും അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ശിക്ഷണം കൊടുക്കുന്ന വ്യക്തിയാണ്. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്. ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം സ്വയം തൻ്റെ അന്തർദൃഷ്ടിയാൽ ഈ ലോകത്തെ മുഴുവൻ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഈ ലോകത്തുള്ള ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും മനുഷ്യരെയും ശ്രമണന്മാരെയും ബ്രാഹ്മണന്മാരെയും എല്ലാം തന്നെ ശരിയായിട്ട് അറിഞ്ഞിട്ടുള്ളവനാണ്. അദ്ദേഹം തൻ്റെ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു. അദ്ദേഹം തുടക്കത്തിൽ മംഗളകരമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത്, മധ്യത്തിൽ മംഗളകരമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത്, അന്ത്യത്തിൽ മംഗളകരമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. അർത്ഥവത്തും അതേപോലെ തന്നെ നല്ല രീതിയിൽ പറയപ്പെട്ടിട്ടുള്ള ധർമ്മമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. കേവലം പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ആധ്യാത്മിക മാർഗമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഒരു നല്ല കുടുംബത്തിലെ ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥപുത്രൻ ആ ധർമ്മത്തെ കേൾക്കുന്നു. ആ ധർമ്മത്തെ കേട്ടുകൊണ്ട് തഥാഗതനിൽ ആ വ്യക്തിക്ക് ശ്രദ്ധയുണ്ടാകുന്നു. ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു: ഗൃഹസ്ഥ ജീവിതം ദോഷമുള്ളതാണ്, മലിനമാണ്. എന്നാൽ സന്യാസ ജീവിതമാകട്ടെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതമാണ്. ശംഖ് പോലെ പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം ഗൃഹസ്ഥ ജീവിതത്തിൽ തുടരാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ താടിയും മുടിയും വടിച്ചുകൊണ്ട് കഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിക്കൂടാ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ തൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള സമ്പാദ്യം ഉപേക്ഷിക്കുന്നു. വലുതും ചെറുതുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അവർ താടിയും മുടിയും വടിക്കുന്നു, കഷായ വസ്ത്രം ധരിക്കുന്നു. എന്നിട്ട് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് അവർ സന്യാസിയായിട്ട് തീരുന്നു. ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് അവർ സന്യാസിക്ക് അനുയോജ്യമായിട്ടുള്ള ശിക്ഷയും അതേപോലെ തന്നെ ആജീവിക അല്ലെങ്കിൽ സമ്പാദ്യ മാർഗവും അവർ സ്വായത്തമാക്കുന്നു. അവർ പ്രാണികളെ കൊല്ലുന്നില്ല. കയ്യിലുള്ള വടിയും വാളുകളും അവർ ഉപേക്ഷിക്കുന്നു. ലജ്ജയുള്ളവരാണ്, ജീവികളോട് ദയയുള്ളവരാണ്, സർവ പ്രാണികളോടും അനുകമ്പയും അതേപോലെ തന്നെ അവർക്ക് നല്ലത് ചെയ്യണം എന്ന ആഗ്രഹവും ഉള്ള ഒരു വ്യക്തിയാണ്.
ഇവിടെ ഈ വാക്കുകൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സബ്ബ പാണഭൂത ഹിതാനുകമ്പി വിഹരതി. സർവ്വപ്രാണികളോടും ഭൂതങ്ങളോടും ഹിതവും അനുകമ്പയുമോടും കൂടി ആ വ്യക്തി വിഹരിക്കുന്നു. അതായത് മനുഷ്യരോട് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പ്രാണികളോടും അനുകമ്പ, അതേപോലെ തന്നെ ദയ, ഇവ ഉണ്ടാകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ള എല്ലാവർക്കും ഇത് സ്വീകാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ പറയുന്നത് ശീലങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് ഭിക്ഷുവായി ആദ്യം അവർ ഉപേക്ഷിക്കുന്നത് പ്രാണിഹത്യയാണ്. അതായത് മറ്റുള്ള ഒരു ജീവികളെയും അവർ കൊല്ലുന്നില്ല, ഒന്നാമത്തെ ശീലമായി. അടുത്തതായിട്ട് അവർ മോഷണം ഉപേക്ഷിക്കുന്നു. അവർക്ക് കൊടുത്തത് മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ. അവർക്ക് കിട്ടുന്നത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. മോഷ്ടിക്കാതെ അവർ തങ്ങളെ തന്നെ പരിശുദ്ധരായിട്ട് വയ്ക്കുന്നു. അവർ വ്യഭിചാരം ചെയ്യുന്നില്ല. അവർ ബ്രഹ്മചാരികളായിട്ടാണ് ജീവിക്കുന്നത്. അവർ വൃത്തികേടായിട്ടുള്ള മൈഥുനധർമ്മം ഒരിക്കലും ചെയ്യുന്നില്ല. ഇവിടെ മൈഥുനധർമ്മത്തെ ഗാമധമ്മം എന്നാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. ഗാമധമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണരുടെ, അതായത് പരിഷ്കൃതർ അല്ലാത്തവരുടെ കാര്യമാണ് ഈ ഗ്രാമ്യധർമ്മം എന്ന് പറയുന്നത്. അവർ ഒരിക്കലും നുണ പറയുന്നില്ല. അവർ പറയുന്നത് സത്യം മാത്രമേ പറയുകയുള്ളൂ. സത്യത്തോടാണ് അവർ ഇപ്പോഴും യോജിച്ചിരിക്കുന്നത്. അവർ സത്യസന്ധരാണ്. അവരെ വിശ്വസിക്കാവുന്നവരാണ്. അവർ ഒരിക്കലും തൻ്റെ വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ വഞ്ചിക്കുന്നില്ല. അവർ ഏഷണി പറയുന്നില്ല. ഒരിടത്തുനിന്ന് കേട്ട കാര്യം മറ്റുള്ളിടത്ത് അവർ പോയിട്ട് പറയുന്നില്ല. അതുമൂലം ആൾക്കാരെ തമ്മിൽ അവർ അടുപ്പിക്കുന്നില്ല. വേർപിരിഞ്ഞ ആൾക്കാരെ യോജിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക. അവർ ഐക്യത്തെ എന്നും പിന്താങ്ങുന്നു. ഐക്യത്തിൽ എന്നും ആഹ്ലാദിക്കുന്നു. ഐക്യത്തെ അവർ സ്നേഹിക്കുന്നു. ലോകത്തിൽ ഐക്യമുണ്ടാക്കുന്ന വാക്കുകൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അവർ കടുത്ത വചനങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ കാതിന് മധുരമായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. കേൾക്കാൻ സുഖവും മധുരവുമായിട്ടുള്ള, ഹൃദയത്തിൽ കൊള്ളുന്ന, മര്യാദാപൂർണമായിട്ടുള്ള, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് യോജിക്കുന്ന വാക്കുകൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അവർ മിഥ്യാഭാഷണം അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ അവർ സംസാരിക്കില്ല. അവരുടെ ഓരോ വാക്കും സമയത്തിന് യോജിച്ചതായിരിക്കും, സത്യമുള്ളതായിരിക്കും, അർത്ഥവത്തായിരിക്കും, ധർമ്മത്തിനും വിനയത്തിനും യോജിച്ചതായിരിക്കും. അവർ കൃത്യസമയത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതും വിലപിടിപ്പുള്ള കാര്യമായിട്ടുള്ള, ചുരുക്കി, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അവർ ചെടികളെയോ അതേപോലെ തന്നെ വിത്തുകളെയോ അവർ ഒരിക്കലും ദ്രോഹിക്കുന്നില്ല. അവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കുകയുള്ളൂ. രാത്രി അവർ ഭക്ഷണം കഴിക്കില്ല. അതുകൂടാതെ തെറ്റായിട്ടുള്ള സമയത്തും അവർ ഭക്ഷണം കഴിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് 2 നേരമോ 3 നേരമോ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല. ആലസ്യമായിരിക്കും നമ്മൾക്ക് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർ മേളകളോ നൃത്തങ്ങളോ ഗാനങ്ങളോ സംഗീതമോ അവർ കേൾക്കുന്നില്ല. അവർ തങ്ങളെ തന്നെ മോടി പിടിപ്പിക്കാൻ പൂമാലകളോ അല്ലെങ്കിൽ സെൻറ്റുകളോ അല്ലെങ്കിൽ മേക്കപ്പുകളോ അവർ ചെയ്യുന്നില്ല. ഉയർന്നതും വളരെയധികം സുഖം തരുന്നതുമായിട്ടുള്ള കിടക്കകൾ അവർ ഉപേക്ഷിക്കുന്നു. അവർ സ്വർണത്തെയോ ധനത്തെയോ സ്വീകരിക്കുന്നില്ല. ധാന്യങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. പച്ചമാംസം അവർ സ്വീകരിക്കുന്നില്ല. സ്ത്രീകളെയോ പെൺകുട്ടികളെയോ അവർ സ്വീകരിക്കുന്നില്ല. ദാസന്മാരെയോ ദാസിമാരെയോ അവർ സ്വീകരിക്കുന്നില്ല. ആടുകളെയോ ചെമ്മരിയാടുകളെയോ അവർ സ്വീകരിക്കുന്നില്ല. പന്നികളെയോ കോഴികളെയോ അവർ സ്വീകരിക്കുന്നില്ല. ആനകളെയോ പശുക്കളെയോ കുതിരകളെയോ കഴുതകളെയോ അവർ സ്വീകരിക്കുന്നില്ല. കൃഷിസ്ഥലമോ അല്ലെങ്കിൽ സാധാരണ സ്ഥലമോ അവർ സ്വീകരിക്കുന്നില്ല. ദൂതന്മാരുടെ ജോലി അവർ ചെയ്യുന്നില്ല. ക്രയവിക്രയങ്ങൾ, അതായത് വാങ്ങലും വിൽക്കലും തുടങ്ങിയ ബിസിനസ്സുകൾ അവർ ചെയ്യുന്നില്ല. തൂക്കങ്ങളെയും ലോഹങ്ങളെയും അളവുകളെയും അവർ തെറ്റായിട്ട് മാറ്റിമറിക്കുന്നില്ല. അവർ കൈക്കൂലി കൊടുക്കുന്നില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. വഞ്ചിക്കുന്നില്ല. അനുകരണങ്ങൾ നടത്താറില്ല. ധനത്തിനു വേണ്ടി ആൾക്കാരുടെ അംഗങ്ങളെ ഛേദിക്കുകയോ കൊല്ലുകയോ തട്ടിക്കൊണ്ടുപോകുകയോ കൊള്ളയടിക്കുകയോ മോഷ്ടിക്കുകയോ ലഹളകൾ ഉണ്ടാക്കുകയോ അവർ ചെയ്യുന്നില്ല.
അവർ അവരുടെ ശരീരത്തിൽ അണിയുന്ന വസ്ത്രത്തിലും അതേപോലെ തന്നെ വയറിനു വേണ്ടി ഉള്ള ഭിക്ഷാടനത്തിലും തൃപ്തരാണ്. അവർ എവിടെ പോവുകയാണെങ്കിലും അവർ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ. അവർ പക്ഷികളെ പോലെ ആണ്. അവർ എങ്ങോട്ട് പറക്കുകയാണെങ്കിലും അവരുടെ രണ്ട് ചിറകുകൾ മാത്രമാണ് അവർക്ക് ഭാരമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഭിക്ഷു സ്വന്തം ശരീരത്തിനു വേണ്ടി വസ്ത്രവും അതേപോലെ തന്നെ വയറിനു വേണ്ടി ഭിക്ഷാടനവും കൊണ്ട് തൃപ്തനാണ്. അവർ എവിടെ പോവുകയാണെങ്കിലും അവർ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ. ഇത്രയും ശീലങ്ങളാണ് ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി മുക്തിക്ക് വേണ്ടി പാലിക്കേണ്ടത്. ആ ശീലങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തികൾ ഇത്തരം ശീലങ്ങൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. സോ ഇമിന അരിയേന ശീലഖന്ദേന സമന്യാഗതോ അച്ഛത്തം അനവജ്ജ സുഖം പടിസംവേദേതി. ഇത്തരത്തിലുള്ള ആര്യന്മാരുടെ ശീലങ്ങൾ കൊണ്ട് ആ ശീലങ്ങൾ പാലിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ഒരു അനവജ്ജ സുഖം, അതായത് മറ്റുള്ളവർ നിന്ദിക്കാൻ കഴിയാത്ത ഒരു സുഖം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്നു. അതായത് നമ്മൾ നേരത്തെയും സൂത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സുഖം രണ്ട് തരത്തിലുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സുഖങ്ങൾ. മറ്റൊന്ന് ഈ ശീലങ്ങൾ അല്ലെങ്കിൽ സമാധി തുടങ്ങിയവെല്ലാം പാലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മറ്റൊരു സുഖം. ഈ സുഖത്തെ നമ്മൾ നല്ല സുഖം എന്നാണ് പറയുന്നത്. ഇതിനെ ഒരിക്കലും നിന്ദിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഇത് ഇന്ദ്രിയ സുഖമല്ല. ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾ എപ്പോഴും ഭയപ്പെടേണ്ടതുണ്ട്, അതിനെ നിന്ദിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ ഇന്ദ്രിയ സുഖങ്ങൾ അല്ലാതെ ധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന സുഖങ്ങൾ അതിനെ ഒരിക്കലും നിന്ദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിനെ അനവജ്ജ സുഖം എന്ന് പറയുന്നത്. ഇപ്പോൾ ശീലം ആ വ്യക്തി പാലിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ആ വ്യക്തി ചെയ്യേണ്ട കാര്യം, നിർവ്വാണത്തിന് വേണ്ടി മുക്തിക്ക് വേണ്ടി അടുത്ത് ചെയ്യേണ്ട കാര്യം ഇന്ദ്രിയ സംവരം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും അതേപോലെ തന്നെ മനസ്സിനെയും നമ്മൾ നിയന്ത്രിക്കണം. അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സോ ചക്കുണ രൂപം ദിസ്വാ ന നിമിത്തഗാഹി ഹോതി നാനു വ്യഞ്ജനഗാഹി. കണ്ണുകൊണ്ട് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് ആ രൂപത്തെ നമ്മൾ ഒരിക്കലും ഗ്രഹിക്കരുത്. ആ രൂപത്തെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ചിന്തിക്കരുത്. അതായത് നമ്മൾ ഒരു രൂപം കണ്ട ഉടനെ നമ്മൾ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കരുത്. ഒരു രൂപം കണ്ടു, അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ പശുവാകട്ടെ എന്തോ ആവട്ടെ, നമ്മൾ രൂപം മാത്രമേ കാണുന്നുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നില്ല. പിന്നീട് വരുന്ന ചിന്തകളാണ് പിന്നീട് നമ്മൾക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു രൂപം കണ്ടു, ഒരു സ്ത്രീയുടെ രൂപം കണ്ടു. അടുത്തതായിട്ട് നമ്മുടെ സംഖ്യ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ സംഖ്യ എന്ന് പറയുന്ന കാര്യം അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. സുന്ദരിയാണോ വിരൂപയാണോ, അങ്ങനെ ആ ചിന്തകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചസഞ്ജ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സംഖ്യ, മനസ്സിൻ്റെ ആ ചിന്തനം ചെയ്യുന്ന ആ ഭാഗം ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അത് മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് പിന്നീട് ഉണ്ടാക്കും. അഥവാ നമ്മൾ നമ്മുടെ ഇന്ദ്രിയത്തിൽ അല്ലെങ്കിൽ കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ നമ്മൾ നിയന്ത്രണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട്. കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അഭിജ്ജ, ദോമനസം തുടങ്ങിയ പാപക അകുശല ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും. ഇവിടെ അഭിജ്ജ എന്ന വാക്കിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് തരം വാക്കുണ്ട്. ഒന്ന് അഭിജ്ജ, രണ്ട് അവിജ്ജ. ഈ അഭിജ്ജ എന്ന് പറയുമ്പോൾ അതിനെ കൊവറ്റസ്നെസ് എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എൻ്റെയാണ്, അത് എന്നിലാണ് തുടങ്ങിയ ചിന്തകൾ, അതിനെയാണ് അഭിജ്ജ എന്ന് പറയുന്നത്. അവിജ്ജ എന്ന് പറയുമ്പോൾ അവിദ്യ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് അഭിജ്ജയാണ്, അതായത് ഞാനാണ്, അത് എന്നിലാണ്, എൻ്റെയാണ് എന്ന തോന്നൽ. അതുമൂലം നമ്മൾക്ക് എന്തുണ്ടാകുന്നു? അടുത്തതായിട്ട് ദോമനസ്സും, അതായത് മനസ്സിൽ ദുർമനസ് ഉണ്ടാകുന്നു. അതുകൂടാതെ പാപകമായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നു. ഇവിടെ പാപകം അകുശലം എന്ന് പറയുമ്പോൾ രാഗ, ദ്വേഷ, മോഹ ആശ്രിതമായിട്ടുള്ള എല്ലാ ചിന്തകളും പാപക ചിന്തകളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം പാപചിന്തകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ചക്ഷു എന്ന ഇന്ദ്രിയത്തെ സംവരം ചെയ്യണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം. രക്ഷതി ചക്കുന്ദ്രിയം, അതായത് ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നമ്മൾ രക്ഷിക്കണം. എന്നിട്ട് അതിൽ നമ്മൾ നിയന്ത്രണം നേടണം. ഇതേപോലെ തന്നെയാണ് മറ്റ് ഇന്ദ്രിയങ്ങളിലും. സോതേന സദ്വം സുത്വ, കാതിൽ
ശബ്ദം വരുന്ന സമയത്ത് അതിൻ്റെ നിമിത്തത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ ഗ്രഹിക്കരുത്, അതിൽ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കരുത്. ഘാണേന ഗന്ധം ഗഹയിത്വ, നമ്മൾ മൂക്കുകൊണ്ടൊരു ഗന്ധം ശ്വസിക്കുന്ന സമയത്ത്. ജിവായ രസം സായിത്വ, നാവ് കൊണ്ട് രസം അനുഭവിക്കുന്ന സമയത്ത്. കായേന ഫോഡഭം ഫുസിത്വ, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത്. മനസ്സ ധമ്മം വിജ്ഞായ ന നിമിത്തഗാഹി ഓതി നാനുഭ്യഞ്ജനഗാഹി, മനസ്സിൽ ഏതെങ്കിലും ചിന്തകൾ ഉണരുന്ന സമയത്ത് അതിനെയും നമ്മൾ ഒരിക്കലും ഗ്രഹിക്കരുത്, അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ചിന്തിക്കരുത്. എന്തെന്നാൽ മനസ്സ് എന്ന ആ ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിദ്യ, ദോമനസം, അതേപോലെ തന്നെ അകുശലം ആയിട്ടുള്ള പാപക ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. അതിനാൽ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ നിയന്ത്രണം നമ്മൾ നേടുന്നു. അതായത് ഇവിടെ പറയുന്നത് ഇത്തരം ഒരു അഭ്യാസമാണ്. നമ്മൾ കണ്ടാൽ കാണുക മാത്രം ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ പിന്നീട് ചിന്തിക്കരുത്. മണത്തിൽ മണം മാത്രം, പിന്നീട് നല്ലതോ ചീത്തയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ഇതിന് നമ്മുടെ സതി അല്ലെങ്കിൽ ഈ സമയത്തുള്ള ജാഗരൂകത വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇന്ദ്രിയ സംവരം നമ്മൾക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. സോ ഇമിന അരിയേന ഇന്ദ്രിയ സംവരേന സമന്യാഗതോ അജ്ജത്തം അഭ്യാസേക സുഖം പടിസംവേദേതി. അങ്ങനെ ആ വ്യക്തി ഈ ആര്യന്മാരുടെ ഇന്ദ്രിയ സംവരണം അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം അഭ്യസിക്കുന്ന സമയത്ത് തൻ്റെ സ്വന്തം ഉള്ളിൽ അഭ്യാസേക സുഖം, വളരെ നല്ല രീതിയിലുള്ള ഒരു സുഖം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യം ശീലം നമ്മൾ പാലിച്ചു, ആ സമയത്ത് നമ്മുടെ മനസ്സിലൊരു സുഖമുണ്ടായി. അതിനുശേഷം നമ്മൾ ഇന്ദ്രിയ സംവരണം അഭ്യസിച്ചു, അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സുഖമുണ്ടായി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സമ്പജന്യം, അതായത് എല്ലാ സമയത്തും നമ്മൾ ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നുള്ള അഭ്യാസമാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർ മുന്നോട്ട് പോകുന്ന സമയത്തും പിന്നോട്ട് വരുന്ന സമയത്തും സമ്പജന്യം, അതായത് പ്രജ്ഞയോടുകൂടി അവർ അറിയുന്നു. സമ്പജന്യം, ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും 4 ആര്യസത്യങ്ങളെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്. പജാനാതി എന്ന് പറയുമ്പോൾ പ്രജ്ഞാപൂർവം നമ്മൾ അറിയുന്നു, അതാണ് സമ്പജന്യം. ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല, വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. മുന്നോട്ട് നോക്കുന്ന സമയത്തും വശങ്ങളിലോട്ട് നോക്കുന്ന സമയത്തും അവർ സമ്പജാനത്തോടുകൂടി ഇരിക്കുന്നു. കാലുകൾ നിവർത്തുകയും മടക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. പുറമേയുള്ള വസ്ത്രം ധരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഭിക്ഷാപാത്രം എടുക്കുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവർ സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. ഭക്ഷിക്കുന്ന സമയത്ത്, കുടിക്കുന്ന സമയത്ത്, ചവയ്ക്കുന്ന സമയത്ത്, രുചിക്കുന്ന സമയത്ത് അവർ സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. മലമൂത്രം ചെയ്യുന്ന സമയത്ത് അവർ സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. അവർ നടക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, മൗനമായിട്ട് ഇരിക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും അവർ സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. അതായത് രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഇരിക്കേണ്ടത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് പുറത്തുള്ള കാര്യങ്ങളല്ല, നമ്മുടെ അകത്തുള്ള കാര്യത്തിൽ ആണ് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത്. അവർ ഇത്തരത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ആര്യന്മാരുടെ ശീലം, ആര്യന്മാരുടെ ഇന്ദ്രിയ സംവരണം, ആര്യന്മാരുടെ സതി, സമ്പജന്യം, ഇവയെല്ലാം അവർക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർ ഒഴിഞ്ഞ ഒരു വാസഗ്രഹം അന്വേഷിച്ച് പോകുന്നു. അത് ഒരു അരണ്യമായിരിക്കാം, അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ വേരായിരിക്കാം, ഒരു മലയായിരിക്കാം, ഒരു കുന്നായിരിക്കാം, ഒരു താഴ്വരയായിരിക്കാം, ഒരു ഗുഹയായിരിക്കാം, അല്ലെങ്കിൽ ശ്മശാനമായിരിക്കാം, വനമായിരിക്കാം, തുറന്ന ആകാശമായിരിക്കാം. അവർ അവിടെ കുറച്ച് പുല്ലുകൾ കൂട്ടിയിടുന്നു. ഭിക്ഷാടനത്തിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്ന് ഈ പുല്ലിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നു. തൻ്റെ ശരീരത്തെ നേരെയാക്കി വയ്ക്കുന്നു. എന്നിട്ട് പരിമുഖം സതിം ഉപഠഭിത്വ, എന്നിട്ട് തൻ്റെ മുഖത്തിന് ചുറ്റും തൻ്റെ ശ്രദ്ധ ഉറപ്പിക്കുന്നു. നമ്മൾ ആനാപാനിയിലും ഈ വാക്കുകൾ കണ്ടതാണ്, പരിമുഖം സതിം ഉപഠഭിത്വ. അപ്പോൾ പലരും പറയുന്നു നമ്മുടെ മേൽചുണ്ടിന് മുകളിൽ മൂക്കിന് താഴെയാണ് ഈ സ്ഥലം എന്നെല്ലാം പറയാറുണ്ട്. എന്നാൽ ഇവിടെ അത് ആനാപാനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്.
മുഖത്തിന് ചുറ്റും തൻ്റെ ശ്രദ്ധ വെച്ചുകൊണ്ട് അഭിജ്യം ലോകേ പഹായ വിഗതാഭിജ്യേന ചേതസാ വിഹരതി. അതായത് ഈ ലോകത്തിലുള്ള അഭിജ്യ അല്ലെങ്കിൽ കൊവറ്റസ്നെസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അല്ല, എൻ്റേതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചിത്തത്തെ അവർ ശുദ്ധമാക്കുന്നു. അതായത് ഞാൻ എവിടെയുണ്ടോ, എൻ്റെ എവിടെയുണ്ടോ തീർച്ചയായിട്ടും അവിടെ രാഗം, ദ്വേഷം, മോഹം തുടങ്ങിയവ ഉണ്ട്. ഞാനില്ല, എൻ്റെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ രാഗം, ദ്വേഷം, മോഹമില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. ഇനി പറയാൻ പോകുന്നത് 5 നീവരണങ്ങൾ അല്ലെങ്കിൽ 5 ഹിൻഡ്രൻസസ് അവയെക്കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ ഹിൻഡ്രൻസ് ആയിട്ടുള്ള നീവരണമായിട്ടുള്ള രാഗത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അഭിജ്യം ലോകേ പഹായ, അതായത് ഇത് ഞാനാണ് തുടങ്ങിയ അല്ലെങ്കിൽ എൻ്റെയാണ് എന്നുള്ള രാഗാത്മകമായിട്ടുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം. അടുത്തത് വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം ഉപേക്ഷിച്ച് സബ്ബപാണ ഭൂതഹിതാനുകമ്പി വ്യാപാദദോസ ചിത്തം പരിശോധേതി. എല്ലാ ജീവികളോടും ഭൂതങ്ങളോടും അനുകമ്പയോടുകൂടിയും ഹിതത്തോടുകൂടിയും നമ്മൾ വർത്തിക്കണം. എന്നിട്ട് നമ്മുടെ ചിത്തത്തിലെ ആ ദ്വേഷം എന്നുള്ള ആ കാര്യത്തെ നമ്മൾ ശുദ്ധമാക്കണം. അടുത്തതായിട്ട് ധീനമിത്തം പഹായ, അതായത് മനസ്സിലും ശരീരത്തിലുമുള്ള ആലസ്യത്തെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ആലോകസഞ്ജി സതോ സംഭജാനോ ധീനമിത്താം ചിത്തം പരിശോധേതി. ഈ ഉറക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ ഈ ആലസ്യം ഉണ്ടാകുന്ന സമയത്ത് ഇരുട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ആലോകസഞ്ജി പ്രകാശം നമ്മുടെ മനസ്സിൽ ഉൽപ്പന്നമാക്കിക്കൊണ്ട് സതി സമ്പജന്യത്തോടുകൂടി ആ ആലസ്യത്തെ നമ്മൾ നേരിടേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഉദ്ദച്ച കുക്കുച്ചം, അതായത് ഇരിക്കപ്പുറതിയില്ലായ്മ, അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്? അജത്തം വൂപസന്ത ചിത്തോ, നമ്മുടെ ഉള്ളിൽ ചിത്തത്തെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ആ ഇരിക്കപ്പുറതിയില്ലായ്മയെ നമ്മൾ നേരിടണം. അടുത്തതായിട്ട് വിചികിച്ച അല്ലെങ്കിൽ സംശയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ സംശയമില്ലാതെ നമ്മൾ ധ്യാനിക്കണം. സംശയം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള മറുപടിയായിട്ട് ഇവർ പറയുന്നത് അകതംഘതി കുശലേസു ധമ്മേസു, അതായത് കുശലധർമ്മങ്ങളെ നമ്മൾ ഉപേക്ഷിക്കരുത് ഒരിക്കലും. കുശലധർമ്മങ്ങളെ നമ്മൾ സമ്പാദിച്ചു കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ മനസ്സിലുണ്ടായിട്ടുള്ള ആ വിചികിത്സയെ നമ്മൾക്ക് നേരിടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഇമേ പഞ്ചനീവരണേ പഹായ ചേതസോ ഉപക്ലേശേ പഞ്ഞായ ദുർബലീകരണേ. അതിനാൽ ഈ 5 നീവരണങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് മനസ്സുകൊണ്ട് ഈ ഉപക്ലേശങ്ങളെ അല്ലെങ്കിൽ ഈ കഷ്ടതകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ പ്രജ്ഞയാൽ നമ്മുടെ ആ മനസ്സിലെ ഉപക്ലേശങ്ങളെ നമ്മൾ ദുർബലീകരിക്കണം അല്ലെങ്കിൽ ദുർബലമാക്കണം. അതായത് 5 നീവരണങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. ഇനി ആ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. വിവിച്ച കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതി സുഖം പടമം ധ്യാനം ഉപസമ്പജ്യ വിഹരതി. അങ്ങനെ നമ്മൾക്ക് കാമങ്ങളില്ലാതെ അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ വിതർക്ക വിചാര പീതി സുഖം തുടങ്ങിയ കാര്യങ്ങളുള്ള 1ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അടുത്തതായിട്ട് വിതർക്ക വിചാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ ഭിക്ഷു 2ാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. അടുത്തതായിട്ട് ആ പ്രീതിയെയും ഇല്ലാതാക്കിക്കൊണ്ട് ആ ഭിക്ഷു 3ാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. അവിടെ സുഖം മാത്രമേ ഉള്ളൂ, ശരീരത്തിലുള്ള സുഖം. അതിനുശേഷം ആ സുഖത്തെയും ഇല്ലാതാക്കി ദുഃഖത്തെയും ഇല്ലാതാക്കി മനസ്സിലുള്ള സൗമനസ്സത്തെയും ദോർമനസ്സത്തെയും ഇല്ലാതാക്കി 4ാമത്തെ ധ്യാനത്തിലേക്ക് ആ ഭിക്ഷു പ്രവേശിക്കുന്നു. ഇത്തരത്തിലുള്ള 4ാമത്തെ സമാധിയിൽ തൻ്റെ മനസ്സ് ആയിരിക്കുന്ന സമയത്ത് ആ മനസ്സ് വളരെയധികം പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. ആ മനസ്സിനെ തൻ്റെ പൂർവ്വജന്മങ്ങൾ ഓർക്കാൻ ആ ഭിക്ഷു നിയോഗിക്കുന്നു. അതുമൂലം തൻ്റെ അനേക പൂർവ്വജന്മങ്ങൾ ആ ഭിക്ഷു ഓർത്തെടുക്കുന്നു. എൻ്റെ മുൻപുള്ള ജന്മത്തിലെ പേര് ഇന്നതായിരുന്നു, എൻ്റെ കുലം ഇന്നതായിരുന്നു, എൻ്റെ വേഷം ഇപ്രകാരമായിരുന്നു, എൻ്റെ ഭക്ഷണം ഇപ്രകാരമായിരുന്നു, ഞാൻ ഇപ്രകാരമായിരുന്നു സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം ഇപ്രകാരമാണ് എൻ്റെ ജീവിതം അവസാനിച്ചത്. എൻ്റെ ജീവിതം അവസാനിച്ചതിന് ശേഷം ഞാൻ
വീണ്ടും ഇന്ന ഇടത്ത് പോയി ജനിച്ചു തുടങ്ങിയ എല്ലാ ഡീറ്റെയിലോടും കൂടി ആ ഭിക്ഷു തൻ്റെ ലക്ഷങ്ങൾ കോടികൾ വരുന്ന പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കുന്നു. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ നിമഗ്നമായിരിക്കുന്ന സമയത്ത് ആ മനസ്സ് ശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, ചാഞ്ചല്യമില്ലാത്തതാണ്. ആ മനസ്സിനെ പ്രാണികളുടെ ജനനത്തെ മരണത്തെ പറ്റിയുള്ള അറിവിലേക്ക് അവർ നിയോഗിക്കുന്നു. മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ആ ദിവ്യചക്ഷു കൊണ്ട് ആ ഭിക്ഷു പ്രാണികൾ മരിക്കുന്നതും അതേപോലെ തന്നെ ജനിക്കുന്നതും അവർ കാണുന്നു. സുന്ദരരായിട്ട് അസുന്ദരരായിട്ട്, നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത്, ഉയർന്ന കുലത്തിൽ താഴ്ന്ന കുലത്തിൽ. ഓരോ പ്രാണികളും തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ പ്രാണികൾക്ക് മിഥ്യാദൃഷ്ടി ഉണ്ടായിരുന്നു, അതുമൂലം അവർ പ്രവൃത്തി ചെയ്തു. അതുമൂലം മരിച്ചതിന് ശേഷം അവർ ദുർഗതിയിൽ പോയിട്ട് ജനിച്ചു, നരകത്തിൽ പോയിട്ട് ജനിച്ചു, അധോഗതിയിൽ പോയിട്ട് ജനിച്ചു. എന്നാൽ ഈ പ്രാണികൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ദുഷ്പ്രവൃത്തികൾ ഒരിക്കലും ചെയ്തിട്ടില്ല. അവർക്ക് സമ്മാദിഷ്ഠിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മരിച്ചതിന് ശേഷം അവർ നല്ല സ്ഥലത്ത് പോയിട്ട് അവർ ജനിച്ചു എന്ന് അവർ തൻ്റെ ദിവ്യദൃഷ്ടികൾ കൊണ്ട് പ്രാണികളുടെ ജനനം മരണം അവർ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് പ്രാണികൾ തങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും ജനിക്കുന്നത് എന്നവർ മനസ്സിലാക്കുന്നു. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ നിമഗ്നമായിരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, ചാഞ്ചല്യമില്ലാത്തതാണ്. അപ്പോൾ അവർ ആ മനസ്സിനെ ആസവക്ഷയജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. അതായത് തൻ്റെ കളങ്കങ്ങൾ എത്രമാത്രം ഇല്ലാതായി തുടങ്ങിയ അറിവിലേക്കായിട്ട് ആ മനസ്സിനെ നയിക്കുന്നു. ഇനി അടുത്ത വരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതം ദുഃഖന്തി യഥാഭൂതം പജാനാതി. ഇത് ദുഃഖമാണ് എന്ന് അവർ യഥാഭൂതം ആയിട്ട് അറിയുന്നു. അയം ദുഃഖസമുദയോതി യഥാഭൂതം പജാനാതി. ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ് എന്ന് അവർ യഥാർത്ഥത്തിൽ അറിയുന്നു. അയം ദുഃഖനിരോധോതി യഥാഭൂതം പജാനാതി. ഇത് ദുഃഖനിരോധത്തിൻ്റെ അവസ്ഥയാണ് എന്ന് അവർ യഥാഭൂതം അറിയുന്നു. അയം ദുഃഖനിരോധഗാമിനി പടിപതാതി യഥാഭൂതം പജാനാതി. ഇത് ദുഃഖനിരോധനത്തിലുള്ള മാർഗമാണ് എന്ന് അവർ യഥാപൂർവം അറിയുന്നു. നമ്മൾ നേരത്തെയും കണ്ടു, 4 ആര്യസത്യങ്ങൾക്ക് മാത്രമാണ് യഥാഭൂതം പജാനാതി. അതെപ്രകാരമാണോ അപ്രകാരം എന്ന് നമ്മൾ അറിയേണ്ടത്. എന്നാൽ മനസ്സിൽ രാഗദ്വേഷങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും അതിനെ യഥാഭൂതം പജാനാതി അല്ല. നമ്മൾ ദ്വൈതാവിതക്ക സൂത്രത്തിൽ പറഞ്ഞതുപോലെ അതിനെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. രാഗമായിട്ടുള്ള ദ്വേഷമായിട്ടുള്ള ചിന്തകളെ നമ്മൾ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. അതിനെ ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കരുത്. അറിയണം, പക്ഷേ അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിനെ ഉപേക്ഷിക്കണം. അതിൻ്റെ ഉദാഹരണം ദ്വൈതാവിതക്ക സൂത്രത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ഗോപാലൻ മാടുകളെ കൊണ്ടുപോകുന്ന സമയത്ത് ആ മാടുകൾ കൃഷിസ്ഥലത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഗോപാലകന് അതിനെ നോക്കിയിരിക്കാൻ സാധിക്കില്ല. ഉടൻ തന്നെ വടികൾ കൊണ്ട് ആ പശുക്കളെ ആ കൃഷിസ്ഥലത്ത് നിന്ന് അകറ്റി നിർത്തണം. അല്ലെങ്കിൽ ആ ഗോപാലകന് ചിലപ്പോൾ വധശിക്ഷയോ നാടുകടത്തലോ അങ്ങനെ രാജാവ് ശിക്ഷിക്കും. അതിനാൽ തെറ്റായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത്, അതായത് രാഗദ്വേഷമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഒരിക്കലും അതിനെ നോക്കരുത്. അതിനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് വർദ്ധിക്കും. അതിനെ ഉടൻ തന്നെ വിനോദേതി ഉപേക്ഷിക്കണം. ബന്ധി കരോതി, അനഭാവം കരോതി, അങ്ങനെ ഒരുപാട് വാക്കുകൾ ഭഗവാൻ പറയുന്നുണ്ട് ഉപേക്ഷിക്കലിനെ പറ്റിയിട്ട്. അതുതന്നെയാണ് ബന്ദേ വിമലാരംസിയും പറയുന്നത്. 6R അതിലെ റെക്കഗ്നൈസ്, റിലീസ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. റിലീസ് എന്ന് പറയുമ്പോൾ അതിനെ ഉപേക്ഷിക്കണം ഉടൻ തന്നെ. അതാണ് ശരിയായിട്ടുള്ള മാർഗ്ഗം. നമ്മളതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശക്തി വർദ്ധിക്കും. നമ്മൾക്ക് ഒരിക്കലും അതിനെ കീഴടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പലരും തെറ്റായിട്ടുള്ള ധ്യാനം ചെയ്തിട്ടും അവരുടെ സ്വഭാവം ഒരിക്കലും മാറാതെ തന്നെ ഇരിക്കുന്നത്. അവർ യഥാബോധം ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇത് ആസവമാണ്. അയം ആസവ സമുദയോതി യഥാബോധം പജാനാതി. ഇത് ആസവങ്ങളുടെ സമുദയമാണ്. അയം ആസവ നിരോധോതി. ഇത് ആസവങ്ങളുടെ നിരോധമാണ്. അയം ആസവ നിരോധഗാമിനി പടിപതാതി യഥാബോധം പജാനാതി. ഇത് ആസവങ്ങളെ നിരോധമാക്കുന്ന വഴിയാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഇവിടെ ആസവങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള കളങ്കങ്ങൾ, ദ്വേഷങ്ങൾ എന്നെല്ലാം
അർത്ഥമുണ്ട്. തസ്സ ഏവം ജാനതോ ഏവം പസ്സതോ കാമാസവാപി ചിത്തം വിമുച്ഛതി. ഇങ്ങനെ ആ ഭിക്ഷു കാര്യങ്ങളെ അറിയുന്ന സമയത്ത്, കാണുന്ന സമയത്ത് സ്വന്തം ചിത്തം കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു. ഭവാസവാപി ചിത്തം വിമുച്ഛതി. ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു. അവിദ്യാസവത്തിൽ നിന്ന് ചിത്തം വിമുക്തമാകുന്നു. അവിദ്യ, ഈ ആസവത്തിൽ നിന്ന് ചിത്തം വിമുക്തമാകുന്നു. വിമുക്തസ്മിൻ വിമുക്തമിതി ജ്ഞാനം ഹോതി. വിമുക്തമായി കഴിഞ്ഞാൽ തൻ്റെ ചിത്തം വിമുക്തമായി എന്ന അറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ക്ഷീണാജാതി, അതായത് തൻ്റെ പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്തു, ഇനി ഒരിടത്തും തൻ്റെ പുനർജന്മമില്ല എന്ന് ആ വ്യക്തി പജാനാതി, പ്രജ്ഞാപൂർവം അറിയുന്നു. അതായത് ആ വ്യക്തി അർഹന്തനായിട്ട് തീരുന്നു. ഈ വ്യക്തി സ്വയം കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല. സ്വയവും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്ന ഒരു അഭ്യാസവും ഈ വ്യക്തി ചെയ്യുന്നില്ല. ഈ വർത്തമാന ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അവർ നിർവ്വാണം നേടിയിട്ടുണ്ട്, മുക്തി നേടിയിട്ടുണ്ട്, മനസ്സ് ശീതളമാക്കിയിട്ടുണ്ട്. അവർ സുഖമാണ് അനുഭവിക്കുന്നത്, ബ്രഹ്മത്തെ പോലെയാണ് അവർ വിഹരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോഡമുഖൻ എന്ന ബ്രാഹ്മണൻ ആയുഷ്മാൻ ഉദയനോട് ഇങ്ങനെ പറഞ്ഞു, അഭിക്കന്തംബോ ഉദയന, അഭിക്കന്തംബോ ഉദയന. വളരെ നന്നായി ആയുഷ്മാൻ ഉദയന, വളരെ നന്നായി. കമഴ്ത്തി വെച്ചിരിക്കുന്നതിനെ നിവർത്തി വയ്ക്കുന്നത് പോലെ, മറഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇരുട്ടിൽ ദീപം ജ്വലിപ്പിക്കുന്നത് പോലെ, അതുമൂലം ആൾക്കാർക്ക് ആ ഇരുട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഉദയനൻ ധർമ്മത്തെ പല രീതിയിൽ വളരെ നന്നായിട്ട് വിവരിച്ചു. ഞാൻ ആയുഷ്മാൻ ഉദയനനും ധർമ്മത്തിനും സംഘത്തിനും ശരണം പ്രാപിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ ഉള്ളവരെ ആയുഷ്മാൻ ഉദയനൻ എന്നെ ഒരു ഉപാസകനായിട്ട് കരുതണം. അപ്പോൾ ആയുഷ്മാൻ ഉദയനൻ ഇങ്ങനെ പറഞ്ഞു, ബ്രാഹ്മണ, ഒരിക്കലും എന്നിൽ ശരണം തേടരുത്. ഞാൻ ഏതൊരു ഭഗവാനിൽ ശരണം തേടിയോ ആ ഭഗവാനിൽ തന്നെയാണ് താങ്കളും ശരണം തേടേണ്ടത്. എന്നാൽ ആയുഷ്മാൻ ഉദയന, ആ ഭഗവാൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ആ അർഹന്തൻ, ആ സമ്മാ സമ്പുദ്ധൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? പരിനിബ്ബുധോ ഖോ ബ്രാഹ്മണ ഏതരഹിസോ ഭഗവ അർഹം സമ്മാ സമ്പുദ്ധോതി. ആയുഷ്മാൻ ഉദയനൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ആ ഭഗവാൻ പരിനിർവാണം, അതായത് അദ്ദേഹം തൻ്റെ ശരീരം വെടിഞ്ഞു കഴിഞ്ഞു. ആ അർഹന്തൻ ആയിട്ടുള്ള ആ ഭഗവാൻ സമ്മാ സമ്പുദ്ധൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു, പരിനിർവാണം നേടി. അപ്പോൾ ബ്രാഹ്മണൻ ഉദയനോട് പറഞ്ഞു, ആയുഷ്മാൻ ഉദയനജി, ആ ഭഗവാൻ ബുദ്ധൻ 10 യോജന അല്ലെങ്കിൽ 20 യോജന അല്ലെങ്കിൽ 100 യോജനയ്ക്ക് ഉള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ ആ ഭഗവാനെ കാണാൻ പോകുമായിരുന്നു. എന്നാൽ ആ ഭഗവാൻ ബുദ്ധൻ, അദ്ദേഹം പരിനിർവാണം നേടിയിരിക്കുകയാണ്. അതിനാൽ ഞാൻ ആ ഭഗവാൻ ഗൗതമനിൽ, അർഹന്തനിൽ, സമ്മാ സമ്പുദ്ധനിൽ, അതേപോലെ തന്നെ ധർമ്മത്തിൽ, സംഘത്തിൽ ശരണം തേടുന്നു. അതിനാൽ ഇന്നു മുതൽ ആയുഷ്മാൻ ഉദയനൻ എന്നെ ഒരു ഉപാസകനായിട്ട്, അതായത് ജീവൻ ഉള്ളിടത്തോളം കാലം ഒരു ഉപാസകനായിട്ട് എന്നെ ഓർക്കണം. ആയുഷ്മാൻ ഉദയനജി, അംഗരാജ്യത്തിലെ രാജാവ് എനിക്ക് ദിവസവും കുറച്ച് അലവൻസ് അല്ലെങ്കിൽ ധനം തരാറുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു ഭാഗം താങ്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ബ്രാഹ്മണ, അംഗരാജ്യത്തിലെ രാജാവ് താങ്കൾക്ക് ദിനം പ്രതി എത്രയാണ് ധനമായിട്ട് തരുന്നത്? ആയുഷ്മാൻ ഉദയനജി, ആ സമയത്തുള്ള 500 പണം, അതാണ് എനിക്ക് ആ രാജാവ് ദിവസവും തരുന്നത്. ബ്രാഹ്മണ, തീർച്ചയായിട്ടും ഞങ്ങൾ ധനവും അതേപോലെ തന്നെ സ്വർണവും ഗ്രഹിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ആയുഷ്മാൻ ഉദയനജി, അത് ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിൽ ഞാൻ താങ്കൾക്കായിട്ട് ഒരു വിഹാരം അല്ലെങ്കിൽ ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്രാഹ്മണ, താങ്കൾ എനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പാടലീപുത്തയിൽ സംഘത്തിനായിട്ട് ഒരു ആരാമം അല്ലെങ്കിൽ ഭവനം താങ്കൾക്ക് നിർമ്മിക്കാവുന്നതാണ്. ആയുഷ്മാൻ ഉദയനജി, ഞാനിപ്പോൾ കൂടുതൽ സന്തോഷവാനാണ്, കൂടുതൽ തൃപ്തനാണ്. എന്തെന്നാൽ
താങ്കൾ സംഘത്തിനു വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാനാണ് എന്നോട് പറയുന്നത്. അതിനാൽ ഈ ധനം കൊണ്ടും കുറച്ച് ധനം കൂടുതൽ എടുത്തും ഞാൻ തീർച്ചയായിട്ടും പാടലീപുത്രത്ത് സംഘത്തിനു വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുന്നതാണ്. അങ്ങനെ ആ ബ്രാഹ്മണൻ, ഗോഡമുഖ ബ്രാഹ്മണൻ പാടലീപുത്രത്ത് ഒരു ഭവനം നിർമ്മിച്ചു. ആ ഭവനത്തെ ഈ സമയത്ത് ഗോഡമുഖി എന്നാണ് പറയുന്നത്. ഗോഡമുഖസൂത്രം നിഠിതം. അങ്ങനെ ഗോഡമുഖസൂത്രം അവസാനിച്ചു. ഈ സൂത്രവും വളരെ നല്ലൊരു സൂത്രമാണ്. അതായത് ഏത് രീതിയിലാണ് നിർവ്വാണത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൂടാതെ സന്യാസാശ്രമത്തിൻ്റെ പ്രാധാന്യം അത് ഇവിടെ പറയുന്നു. തെറ്റായിട്ടുള്ള ജോലികൾ ചെയ്ത് ഒരു കാരണവശാലും ധനം സമ്പാദിക്കരുത്. അതായത് ആടിനെ കൊല്ലൽ, മാട്ടിനെ കൊല്ലൽ, കോഴിയെ, പശുവിനെ, ഇതിനെയൊന്നും കൊല്ലുന്നത് നല്ലതല്ല എന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുള്ള ഒരു സൂത്രമാണ് ഇത്. തീർച്ചയായിട്ടും വേണ്ടവരിലേക്ക് ഈ സൂത്രം ഷെയർ ചെയ്യുക. കുറച്ച് സമയം നമ്മൾ പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.